ശ്രീമന്നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 2. ജംഘേ തലാതലമധോ സുതലം ജജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭീർവക്ഷച്ച ചക്രനിലയസ്തവ ചക്രപാണി. വിരാട് സ്വരൂപനായിട്ട് നിൽക്കുന്ന ഭഗവാൻ, ആ ഭഗവാന്റെ ഓരോ അവയവങ്ങളെയും ഇവിടെ 14 ലോകങ്ങളായിട്ട് പറയുകയാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ പാതാളം, രസാതലം, മഹാതലം ഈ പേരിൽ അറിയപ്പെടുന്ന അധോലോകങ്ങൾ ഏറ്റവും അടിയിൽ നിന്നാണ് തുടങ്ങി പറഞ്ഞത്. ഇനി ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഹേ അംഗ ചക്രപാണി, ചക്രപാണിയായിട്ടുള്ള ഭഗവാനെ, തവ ജംഘേ തലാതലം, അങ്ങയുടെ ജംഘി 2 കാൽവണ്ണകൾ, തലാതലമെന്നും, ജാനു സുതലം ച കാൽമുട്ടുകൾ സുതലമെന്നും, കിഞ്ച ഊരുഭാഗയുഗളം 2 തുടകൾ, വിതലം അതലം എന്ന് 2 ആണെന്നും, വിതലാതലേ ദ്വേ 2 ആണെന്നും, വിതലം അതലം എന്ന് 2 ആണെന്നും, ജഘനം അരക്കെട്ട്, ക്ഷോണീതലം ഭൂലോകമെന്നും, നാഭി അംബരം ആകാശമെന്നും, നാഭി ആകാശമെന്നും, വക്ഷ മാറിടം ശക്രനിലയ ച സ്വർഗമാണെന്നും ഇന്ദ്രലോകമാണെന്നും പറഞ്ഞു വരുന്നു. തലാതലം, സുതലം, വിതലം, അതലം ഇത് 4 അധോലോകങ്ങളിൽ പെടുന്നു. ഭൂലോകം മുതൽക്കുള്ള 7 മുകളിലേക്കുള്ള ലോകം, അതായത് ഊർധ്വലോകം എന്ന് പറയപ്പെടുന്നു. ഭഗവാന്റെ 2 കാൽവണ്ണകൾ, അത് തലാതലവും, കാൽമുട്ടുകൾ സുതലവും, 2 തുടകൾ വിതലം അതലം എന്നിവയും, അരക്കെട്ട് ഭൂലോകവും, നാഭി ആകാശവും, മാറിടം സ്വർഗവും ആകുന്നു എന്ന് ഈ ശ്ലോകത്തിൽ വിവരിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ താഴെ നിന്ന് പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം, അതലം, ഭൂലോകം ഇത്രയും ഭാഗങ്ങൾ, ഇത്രയും ലോകങ്ങൾ ഇപ്പം ഇവിടെ ഭഗവാന്റെ ഓരോ അവയവങ്ങളായിട്ട് പറഞ്ഞു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.